കമ്മ്യൂണിക്കേറ്റീവ് ഡിസൈനിങ് +2-ന് 45 to 50% മാർക്കുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഈ കോഴ്സിലേക്ക് അഡ്മിഷൻ എടുക്കാൻ സാധിക്കുന്നതാണ്. അതിൻ്റെ കൂടെ തന്നെ ഇതൊരു 4-year ഡിഗ്രി പ്രോഗ്രാമാണ്. ഇത് എല്ലാ കോഴ്സുകളിലും ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെയാണല്ലോ വരുന്നത്. നമ്മളെല്ലാ കോഴ്സിലും അതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയയെ പറ്റി സംസാരിക്കുന്നുണ്ടല്ലോ. പക്ഷേ ഇതൊന്നും അല്ല ഈ കോഴ്സിനെ ഭയങ്കര ഡിഫറൻ്റ് ആയിട്ട് മാറ്റി നിർത്തുന്നത്. അതെന്താണെന്ന് പറഞ്ഞു തരാനാണ് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു ക്യാമ്പസ് സെർച്ച്. കമ്മ്യൂണിക്കേറ്റീവ് ഡിസൈനിങ് എന്ന് പറയുന്നത് ഒരു മൾട്ടി ഡിസിപ്ലിനറി നേച്ചറുള്ള കോഴ്സാണ്. അതെന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇതിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നത് ഗ്രാഫിക് ഡിസൈനിങ്, ഇൻഫർമേഷൻ ആർക്കിടെക്ചർ, ടൈപ്പോഗ്രാഫി, കളർ തിയറി, യൂസർ എക്സ്പീരിയൻസ് തുടങ്ങിയവിടെ എലമെന്റ്സ് എല്ലാം കോമ്പൈൻ ചെയ്തിട്ടാണ് ഇതിലെ സബ്ജക്റ്റുകൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റീവ് ആൻഡ് ക്രിയേറ്റീവ് ഫീൽഡിലേക്കുള്ള അതായത് പല പല മേഖലയിലേക്ക് ജോലി സാധ്യതകൾ കിട്ടുന്നതാണ്. ഇതിൻ്റെ ഒരു എയിം എന്ന് പറയുന്നത് നമുക്ക് ആൾക്കാരിൽ നിന്നും എന്ത് പ്രതികരണമാണ് അല്ലെങ്കിൽ എന്ത് റെസ്പോൺസ് ആണോ വേണ്ടത് അതിനനുസരിച്ച് വിഷ്വൽസ് ക്രിയേറ്റ് ചെയ്യുക, ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന മെസ്സേജസ് ആൾക്കാർക്ക് എഫക്റ്റീവ്ലി കൺവേ ആവുന്ന രീതിയിലേക്ക് അവരിലേക്ക് എത്തിക്കുക, ഓഡിയൻസിനെ എൻഗേജ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ കോഴ്സിലൂടെ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുന്നത്. വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ്റെ ഒരുപാട് മേഖലകളിൽ ഈ കമ്മ്യൂണിക്കേറ്റീവ് ഡിസൈൻ നമുക്ക് ആപ്ലിക്കബിൾ ആണ്. ഇതിൽ ഗ്രാഫിക് ഡിസൈനിങ് കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. കാരണം ഓഡിയൻസിനെ വിഷ്വലി കമ്പല്ലിങ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അഡ്വർടൈസ്മെന്റ് കുറച്ചും കൂടി ആകർഷകമാക്കാൻ ലോഗോ ഡിസൈനിങ് അല്ലെങ്കിൽ ബ്രാൻഡിങ് മെറ്റീരിയൽ ഡിസൈനിങ് ഇങ്ങനെയുള്ളതൊക്കെ കുറച്ചും കൂടി അട്രാക്റ്റീവ് ആക്കാനായിട്ട് ഗ്രാഫിക് ഡിസൈനിങ് വലിയൊരു റോള് തന്നെ ഉണ്ട്. അപ്പോൾ കമ്മ്യൂണിക്കേറ്റീവ് ഡിസൈനിലൂടെ നമ്മൾ വെബ് ഡിസൈനിങ്ങിലേക്ക് എത്തുന്ന സമയത്ത് അവിടെ നമുക്ക് പഠിക്കേണ്ടതായിട്ട് വരുന്നത് എങ്ങനെ ഒരു വെബ്സൈറ്റിനെ എൻഗേജിങ് ആക്കാം അല്ലെങ്കിൽ പ്രസൻറ്റബിൾ ആക്കാം, അതിലെങ്ങനെ ഒരു ക്ലിയർ കോണ്ടന്റുകളൊക്കെ ആഡ് ചെയ്യാം എന്നതിനെ പറ്റിയൊക്കെയാണ്. പിന്നെ ഇൻഫർമേഷൻ ഡിസൈനിങ്ങിലും ഇതിന് അത്യാവശ്യം നല്ലൊരു വലിയ റോള് തന്നെയുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയെന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇൻഫോഗ്രാഫിക് ക്രിയേഷൻ, ഡേറ്റ വിഷ്വലൈസേഷൻ, ഇൻസ്ട്രക്ഷണൽ മെറ്റീരിയൽസിനൊക്കെ പറ്റിയാണ് നിങ്ങൾക്ക് ഇതിലൂടെ പഠിക്കേണ്ടി വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചത്. പിന്നെ ഞാൻ ആ തുടക്കമേ പറഞ്ഞല്ലോ, കമ്മ്യൂണിക്കേറ്റീവ് ഡിസൈൻ എന്ന് പറയുന്നത് ഒരു മൾട്ടി ഡിസിപ്ലിനറി കോഴ്സാണ്. അപ്പോൾ അതിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടതായിട്ടുണ്ട്. അതെല്ലാം ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റാത്തതുകൊണ്ട് വരും വീഡിയോയിൽ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ ഉപയോഗപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി പുതിയ വീഡിയോയിലൂടെ പുതിയ കുറേ കോഴ്സുകളുമായിട്ട് നമുക്ക് ഇനിയും കാണാം. ആൻഡ് ഇറ്റ്സ് മീ ഗൗതം സൈനിങ് ഓഫ് ഫ്രം ക്യാമ്പസ് സെർച്ച്.